വളരെ ദുഃഖകരമായ റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ജോബ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഈ കഴിഞ്ഞ സമയത്താണ് വേൾഡ് ബാങ്കിൻ്റെ റിപ്പോർട്ട് വരുന്നത്. ഇന്ത്യയുടെ ഗ്രോത്ത് 7.5% ആണ് എൻ്റെ GDP എന്ന് പറയുന്നത്. ഇപ്പോൾ 2 മാസം കഴിയുമ്പോൾ RBIയുടെയും കേന്ദ്ര സർക്കാരിൻ്റെ GDPയുടെ റിപ്പോർട്ട് പുറത്തു വരും. അതിനകത്ത് ഏകദേശമായിട്ട് പറയുന്നത് ഏകദേശം 8% ഇന്ത്യയിലെ GDPയുടെ ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ്. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് വേഗതയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ എക്കോണമി വളരെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ വേൾഡ് ബാങ്ക് പറയുന്നുണ്ട് സൗത്ത് ഏഷ്യയിൽ ഏറ്റവും വലിയ എക്കണോമിക് ഡ്രൈവ് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ത്യയാണ്. കാരണം ആ രീതിയിലാണ് ഇന്ത്യ ഗ്രോ ചെയ്യുന്നത്. ലോകത്ത് മുഴുവനും എക്കണോമിക് സ്ലോ ഡൗൺ ഉണ്ടായപ്പോഴും റിസഷൻ ഉണ്ടായപ്പോഴും ഇന്ത്യയിൽ ഗ്രോത്ത് ഉണ്ടായി. അതും ഔട്ട്സ്റ്റാൻഡിങ് ആണ്. അത് ലോകത്തുള്ള എല്ലാ ഫിനാൻഷ്യൽ മീഡിയയും ലോക രാജ്യങ്ങളും എല്ലാം വല്ലാത്ത രീതിയിലാണ് ഇന്ത്യയെ പുകഴ്ത്തുന്നത്. കാരണം എങ്ങനെയാണ് കോവിഡിന് ശേഷം ഇന്ത്യയിൽ ഇത്രമാത്രം എക്കണോമിക് ഗ്രോത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിച്ചത്. ഇതൊക്കെ വളരെ ക്രെഡിബിലിറ്റിയായ സംഭവം തന്നെയാണ്. അത് നമ്മുടെ ശരിക്കും അപ്രീസിയേഷൻ തന്നെയാണ്. ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ലോക രാജ്യങ്ങൾ തന്നെ നമ്മൾ അംഗീകരിക്കുന്നു. 2047 ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ എക്കോണമിയായി മാറുമെന്ന് പറയുന്നു. അത് പറയുന്നതെല്ലാം വേൾഡ് ബാങ്കും IMFും അതേപോലെ തന്നെ പല ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഏജൻസീസും ഒക്കെയാണ് ഇത് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ബോംബെ IITയുടെ റിപ്പോർട്ട് വരുന്നത്? ബോംബെ IITയിൽ 36% അവിടുന്ന് പാസ് ഔട്ട് ചെയ്തവർക്ക് ജോലി കിട്ടിയില്ല. മുഴുവനും ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബോംബെ IITന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഏകദേശം 780ഓളം സ്റ്റുഡൻസ് അവിടുന്ന് പാസ് ഔട്ട് ചെയ്തവർക്ക് ജോലി കിട്ടിയില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതുമല്ല, ബോംബെ IIT എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റാങ്കിങ് എടുക്കുകയാണെങ്കിൽ 3ാമത്തെ സ്ഥാനമാണ് പവൈ IITക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനം. കാരണം അവിടെ സ്റ്റുഡൻസ് പാസ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇൻ്റർനാഷണൽ കമ്പനികളാണെങ്കിൽ ഇന്ത്യൻ കമ്പനികളും കോടികളും മുടക്കിയിട്ടാണ് അവിടെയുള്ള സ്റ്റുഡൻസിനെ അവരുടെ കമ്പനിയിലോട്ട് റിക്രൂട്ട് ചെയ്ത് പോകുന്നത്. ഇതാണ് അവിടുത്തെ പാരമ്പര്യം. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയും ഗ്രോത്ത് ഉണ്ടായെന്ന് പറയുന്നു? 7.5% ഗ്രോത്ത് വേൾഡ് ബാങ്ക് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് 8 നമ്മൾ അടുക്കാൻ പോകുന്നു. പിന്നീട് പറയുന്നത് 2 വർഷം കഴിയുമ്പോൾ ഡബിൾ ഡിജിറ്റ് 10% മുകളിലുള്ള GDP ആയിരിക്കും ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാർ ചൈനയിലല്ല ഇന്ത്യയിലാണെന്ന് പറയുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യമാണ്, എന്തുകൊണ്ടാണ് 36% പേര് ബോംബെ IITയുടെ മാത്രമാണ്, മറ്റുള്ള IITയുടെ കണക്ക് വന്നിട്ടില്ല? അപ്പം അവിടുന്ന് അവർക്ക് ജോലി കിട്ടാതിരുന്നതിൻ്റെ കാരണം എന്താണ്? ഇതാണ് ചോദ്യം. ഇത് ശരിക്കും ആളുകൾ വിഷമിപ്പിക്കുന്ന രീതിയിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് IITയുടെ മാത്രം. അപ്പോൾ ലക്ഷക്കണക്കിന് ഇന്ത്യയിലെ മറ്റുള്ള എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അപ്പോൾ അവിടുത്തെയൊക്കെ കണക്കുകൾ പുറത്ത് വന്നിട്ടില്ല. കാരണം അത് അധികവും പുറത്ത് വരാറില്ല. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ബോംബെ IITയിൽ ഫുൾ 100% ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആണ് ഉണ്ടാകുന്നത്? അപ്പോൾ അവിടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. കാരണം അവർ ട്യൂഷൻ ഫീസും ഒക്കെ മുടക്കിയാണ് അവിടെ പഠിക്കുന്നത്. അപ്പം ഇത് ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്തു. ബോംബെ IITയിൽ 36% കുട്ടികൾക്ക് പഠിച്ചിറങ്ങിയവർക്ക് ജോലി കിട്ടിയില്ല. പിന്നെ ഇവരുടെ പാക്കേജൊക്കെ വലുതാണ്. 1 കോടി 1.5 കോടിയുടെ 2 കോടിയൊക്കെയാണ് മിനിമം പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം, ഇത് ഏറ്റവും വലിയ പ്രസക്തമായ ചോദ്യം, ഇന്ത്യൻ എക്കോണമി ഗ്രോ ചെയ്യുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് രീതിയിലോട്ട് മുന്നോട്ട് പോകുന്നു, ഇന്ത്യയിലെ കോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു. അപ്പോൾ പല രീതിയിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് ജോലി കിട്ടുന്നില്ല? ഇതാണ് ചോദ്യം. അപ്പം മറ്റുള്ള സെക്ടറിൽ, അപ്പം മറ്റുള്ള എഞ്ചിനീയറിംഗ് കോളേജിലും മറ്റുള്ള മാനേജ്മെന്റ് സ്കൂളിൻ്റെ ഒക്കെ സ്ഥിതി എന്തായിരിക്കും? ഇതാണ് അടുത്ത സംഭവം. ഇതിനെ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതായത്
മോദി അധികാരത്തിൽ 3-ാം പ്രാവശ്യം അധികാരത്തിലും ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യേണ്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ക്ലാസ്സിന് ജോലി കിട്ടാതെ വരുമ്പോൾ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ 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 ഗൗരവമായിരിക്കും. പിന്നീട് നമുക്കറിയാവുന്ന വസ്തുതയാണ്, ഗ്ലോബലായിട്ട് ജോബ് മാർക്കറ്റ് ഡൗൺ ആണ്. അതായത് കോവിഡിന് ശേഷം പിന്നീടുണ്ടായ പല മാറ്റങ്ങൾ, അതേപോലെ പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ജോബ് മാർക്കറ്റ് മാറ്റും. പിന്നീട് പറയുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജോബ് വീണ്ടും ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഗ്ലോബലായിട്ടുള്ള കമ്പനികൾ തന്നെ ശരിക്കും ലേ ഡൗൺ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, ഈ ഡാറ്റ എല്ലാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഗ്രോത്ത് ഉണ്ട്? അതാണ് ഇവിടുത്തെ ചോദ്യം. ഇപ്പൊ ലോകരാജ്യങ്ങളിൽ റിസഷൻ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് റിക്രൂട്ട് ചെയ്യാത്തൊക്കെ മറ്റേ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇന്ത്യയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം ഗെയിൻ ചെയ്തിട്ടുണ്ട്. കോടീശ്വരന്മാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഡേറ്റ എല്ലാം അവൈലബിൾ ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സെക്ടറിൽ, അതായത് IIT എന്ന് പറയുന്ന, ബോംബെ IIT എന്ന് പറയുന്ന ആ കുട്ടികൾക്ക് ജോലി കിട്ടാതെ, ഇതിനെ ഗവൺമെന്റ് ഉത്തരം പറയേണ്ടിയിരിക്കും. കാരണം വളരെ ചെറിയതല്ല, വളരെ സീരിയസ് ഇഷ്യൂ ആണ്. അപ്പൊ അവർക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങുന്നവരുടെ സ്ഥിതി എന്താകും? ഇതാണ് അടുത്ത ചോദ്യം. ഇപ്പൊ എവിടെയാണ് ഇപ്പം ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ എവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായേക്കുന്നത്? എന്തുകൊണ്ട് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? ഇത്രമാത്രം ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ഈ പറയുന്ന സെക്ടറിൽ, അതായത് ഈ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരുന്നവർക്ക് 100% ജോലി കിട്ടേണ്ടതാണ്, ഈ പറയുന്ന നല്ല സാലറിയിൽ തന്നെ. എന്തുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല? അതേപോലെ ഇന്ത്യയുടെ IT സെക്ടറിൽ ഏറ്റവും കൂടുതൽ ഇവിടെ പഠിച്ചിറങ്ങിയേക്കുന്ന കുട്ടികൾ, അതിൻ്റെ കണക്ക് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും കഴിഞ്ഞ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ജോലി കിട്ടാതെ വന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് പറയുന്ന IT സെക്ടർ ഇന്ത്യയിൽ ബൂം ചെയ്യുന്നു. IT കമ്പനികളുടെ സ്റ്റോക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉയരുന്നത്. അപ്പോൾ IT കമ്പനികൾ ശരിക്കും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ജോലി കിട്ടാത്തത്? ഇതാണ് അടുത്ത ചോദ്യം. ഇപ്പം എവിടെയാണ് താളം തെറ്റിയത്? എവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്? എവിടെയാണ് ഗവൺമെന്റ് ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത്? ഏറ്റവും എമർജൻസി ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ മറ്റൊരു ഇഷ്യൂ, മാനേജ്മെന്റ് സ്കൂൾ. അപ്പം അതിൻ്റെ കണക്കുകൾ വരാൻ തുടങ്ങി. അപ്പം അവിടെയുള്ളവർക്കും ജോലി കിട്ടുന്നില്ല. പുറത്ത് പഠിച്ചിറങ്ങി ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇത് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിലല്ല, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും കണക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ട്വിറ്ററിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് പ്രശ്നം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇവിടെ കോടീശ്വരന്മാർ ഉണ്ടാകുന്നു, ബിസിനസ് ഗ്രോ ചെയ്യുന്നു, എക്കോണമി ഗ്രോ ചെയ്യുന്നു, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോ ചെയ്യുന്നു. ഇന്ത്യയുടെ ഗ്രോത്ത് ഗ്ലോബലായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ജോബ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഇങ്ങനെയുള്ളവർക്ക്? അപ്പൊ ഗവൺമെന്റ് ഒരു ഭാഗത്ത് പറയുന്നത് ശരിക്കും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അത് കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഏകദേശം വളരെ റെക്കോർഡ് രീതിയിലാണ് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നത്. അതിന് ഗവൺമെന്റ് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് പറയുമ്പോഴാണ് ഇവിടെ ഈ സംഭവം ഉണ്ടായേക്കുന്നത്. അപ്പൊ എവിടെയാണ് തളർന്നത്? അതായത് ഗ്രോത്തും മൾട്ടി ബില്യനേഴ്സും ഉണ്ടാകുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ കാണുന്നത് ഈ പഠിച്ചു വരുന്ന ചെറുപ്പക്കാർക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ, അതായത് ഈ പറയുന്ന 36% എന്നത് വലിയൊരു, ഈ ബോംബെ IIT സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ജോലി കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് ഇവർ അടുത്ത രാജ്യത്തിലോട്ട് പോകും. അതായത് ഇത്രയും കഴിവുള്ള കുട്ടികൾക്ക് ഇന്ത്യയിൽ ജോലി കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ അതാണ് അടുത്ത് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ഇവർ മറ്റുള്ള രാജ്യത്തിലോട്ട് പോകും, അവിടെ ജോലി ചെയ്യും, അവിടെ ബിസിനസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന ടാലൻറ്റിനെയൊക്കെ പഠിപ്പിച്ചത് നമ്മളാണ്. അവരെ ഇവിടെ നിർത്താൻ നമ്മൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ അത് ഇന്ത്യക്ക് വരാനുള്ള ഫ്യൂച്ചറിൽ വലിയ വലിയ ലോസ് ഉണ്ടാക്കും. ഇത് ഗവൺമെന്റ് എത്രയും വേഗം